നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസിയായ ഭർത്താവിന്റെ മരണത്തിന് പിന്നിലുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയിരിക്കുകയാണ് മലയാളിയായ യുവതി. തന്റെ ഭർത്താവിന്റെ മരണത്തിൽ ഉത്തരവാദികളായ കൊള്ളപ്പലിശക്കാർക്ക് എതിരെ നടപടിയെടുക്കണമെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. മനാമയിലെ ഒരു കടയിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം പള്ളിക്കൽ ചേലപ്പുറത്ത് ഹൌസിൽ രാജീവൻ പച്ചാട്ടിൽ ആണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 26-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. 40 വയസ്സായിരുന്നു. ഒക്ടോബർ 26-ന് വൈകുന്നേരമാണ് ഇദ്ദേഹം തൂങ്ങി മരിക്കുന്നത്. ഹമലിയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹം തൂങ്ങി മരിക്കുന്നത്. 76 വയസ്സുള്ള പിതാവും 67 വയസ്സുള്ള മാതാവും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് രാജീവിനുള്ളത്. 4, 9 വയസ്സുള്ള കുട്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത്. തനിക്ക് ജോലിയില്ല, ജീവിക്കാൻ മറ്റ് വഴികൾ ഇല്ലെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ബഹ്റൈൻ മദീനത്ത് ഹമദിൽ ജോലി ചെയ്യുന്ന മലപ്പുറം തിരൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ പലിശ വർദ്ധിച്ചതും അത് തിരിച്ചു നൽകാൻ സാധിക്കാത്തതുമായി രാജീവൻ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഇതിനാലാണ് അദ്ദേഹം ജീവനൊടുക്കുന്നത്. പലിശക്കാരനും ബന്ധുവിനും ഇത് സംബന്ധിച്ച് വാട്സാപ്പിൽ സന്ദേശം അയച്ചതിനു ശേഷമാണ് രാജീവൻ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഓഡിയോയിൽ കൂടുതൽ പണം തന്നില്ലെങ്കിൽ തന്നെ കൊല്ലുമെന്ന പലിശക്കാരൻ ഭീഷണിപ്പെടുത്തിയതായും രാജീവൻ പറയുന്നുണ്ട്. പലപ്പോഴായി പണം തിരിച്ചു നൽകിയെങ്കിലും പലിശക്കാരൻ വീണ്ടും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് വലിയ മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നു രാജീവ്. എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ വേണ്ടത് ചെയ്തോളാം. എന്റെ മരണത്തിൽ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്റെ മക്കൾക്ക് വേണ്ടിയുള്ള പണമാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ ഇരട്ടി ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ പറ്റിക്കുകയാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പലപ്പോഴും ഞാൻ പണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ അടുത്തു നിന്നും വാങ്ങിയ പണം തിരിച്ച് എന്റെ കുടുംബത്തിന് നൽകണമെന്നും ഇദ്ദേഹം സന്ദേശത്തിൽ പറയുന്നുണ്ട്. പണം ഇദ്ദേഹത്തിന് കൊടുത്തതിന്റെ തെളിവും രാജീവ് അവസാനമായി സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡുകളും എല്ലാം ഭാര്യയുടെ പരാതിയുടെ കൂടെ എംബസിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ പരാതിയിന്മേൽ എംബസി കൃത്യമായ ഒരു നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.